الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി നബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും തസ്ദീഖ അവസാനിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ മുഹമ്മദി റിസാലത്തനുസരിച്ചായിരിക്കും ഈ ദീനുൽ ഇസ്ലാം നിലനിൽക്കുക. അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരിക്കലും അത് മാറിയിട്ടില്ല. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മാറിയിട്ടില്ല. അതിൻ്റെ വിശദീകരണങ്ങൾ മാറിയിട്ടില്ല. കലിമയുടെ വാക്കർത്ഥമോ തഫ്സീർ വിശദീകരണമോ ഒന്നും മാറിയിട്ടില്ല. കാലം മാറുന്നതിനനുസരിച്ച് ശരീഅത്തുകൾ അഅ്മാലുകൾ മാറിയിട്ടുണ്ട്. അഅ്മാലുകളുടെ മസ്അലകളും മാറിയിട്ടുണ്ട്. എന്നാൽ തൗഹീദിൻ്റെ മസ്അലകൾ ഒരിക്കലും മാറിയിട്ടില്ല. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു എന്താണോ അംഗീകരിക്കണമെന്ന് ആദം നബിയോട് നിർദ്ദേശിച്ചത് ആ നിർദ്ദേശത്തിനൊരക്ഷരം പോലും തെറ്റാതെ ഇപ്പോഴും നിലവിലുണ്ട്. അജീബാണ് കാര്യം. അമലുകൾ ആദമീ ശരീഅത്തനുസരിച്ചുള്ള അമലുകൾ നൂഹി ശരീഅത്ത് വരുമ്പോഴേക്കും ചിലതൊക്കെ മാറി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിൽ സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള വിവാഹം അനുവദനീയമായിരുന്നു. അതിന് ഫുഖഹാ കൊടുത്ത വിശദീകരണം ലികസ്റത്തിൻ നസ്ൽ, മനുഷ്യൻ്റെ പ്രത്യുൽപാദനം വർദ്ധിക്കുന്നതിന് വേണ്ടി അള്ളാഹു ആ ശരീഅത്തിൽ അങ്ങനെയാക്കിയത്. കാരണം മനുഷ്യരല്ലാത്ത വേറൊരാളെ വിവാഹം കഴിക്കാൻ ഉണ്ടാകുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ
സന്താനങ്ങളിൽ നിന്ന് ആണിനെ അവരുടെ പെണ്ണിനെ തന്നെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ള രീതി ഉണ്ടായി. അങ്ങനെയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യുൽപാദനം ഉണ്ടാകുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം വന്നപ്പോഴേക്കും മനുഷ്യൻ പെരുകി, ഗോത്രങ്ങളും വിഭാഗങ്ങളുമായി മാറി. വജഅൽനാകും ശുഊബൻ വഖബായില ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ ഞാൻ നിർമ്മിച്ചെടുത്തത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു വജഅൽനാകും ശുഊബൻ വഖബായില, നിങ്ങളെ വ്യത്യസ്ത ഗോത്രക്കാരും വിഭാഗക്കാരുമാക്കി ഞാൻ തരംതിരിച്ചു. എന്തിനാണത്? ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണത് എന്ന്. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിൽ വിവാഹത്തിന് വ്യവസ്ഥിതിയിൽ രക്തബന്ധമുള്ളവർ നേർക്ക് നേരെ പറ്റുകയില്ല എന്ന നിയമം കൊണ്ടുവന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിൽ ഒരു ഉമ്മാൻ്റെ 2 പെൺകുട്ടികളെ കെട്ടാൻ അനുവദനീയമായിരുന്നു. തുടർന്നുള്ള ശരീഅത്തിൽ അത് നിരോധിച്ചു. ഒരു ഉമ്മാൻ്റെ ഒരേ സമയത്ത് ഒരു ഉമ്മാൻ്റെ ഒരു മകളെ മാത്രമേ വിവാഹത്തിൽ നിർത്താൻ പറ്റുകയുള്ളൂ. അവളെ തലാക്ക് ചൊല്ലിയാൽ അവളെ അനുജത്തിയോ ജ്യേഷ്ഠത്തിയോ കെട്ടാമെന്നല്ലാതെ ഒരേ സമയത്ത് ഒരു ഉമ്മാൻ്റെ 2 പെൺമക്കളെ ഒരാൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റുകയില്ല. അത് തന്നെയാണ് ഇപ്പോഴും മുഹമ്മദി ശരീഅത്തിലും തുടരുന്നു. പറഞ്ഞു വന്നത്, അഅ്മാലി വിഷയങ്ങളിൽ, അനുഷ്ഠാന വിഷയങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, ജനം വ്യാപിക്കുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ ചിലത് ഒഴിവാക്കുകയും ചിലത് കൂട്ടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ആദർശത്തിൻ്റെ വിഷയത്തിൽ, ഈമാൻ്റെ കാര്യത്തിൽ, തൗഹീദിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊരു മാറ്റത്തിരുത്തലുകൾ വന്നതായിട്ട് നാം കാണുന്നേയില്ല. എന്താണോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തോടുകൂടി ഈ റിസാലത്തിൻ്റെ അഡ്രസ്സിൽ ദഅവത്ത് ചെയ്യാൻ ഏൽപ്പിച്ചത്, അത് അക്ഷരം തെറ്റാതെ മുഹമ്മദി റിസാലത്തിൻ്റെ ദഅവത്തിനും അല്ലാഹു തആല നിയമമാക്കി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം, അഷ്റഫുൽ ഖൽക്കിൻ്റെ ഏതാണ്ട് ഒരു 7500 കൊല്ലം മുമ്പാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എന്താണോ തൗഹീദുമായി ബന്ധപ്പെട്ട് നൂഹ് നബി ആ ഖൗമിന് പ്രബോധനം ചെയ്തത്, അത് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തോടുകൂടി ദഅവത്ത് ചെയ്തത്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. വിഷയം അത് തന്നെ. 7500 കൊല്ലം മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത് ജനങ്ങളോട് 5 ജാറങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിലും ദഅവത്ത് ജാറങ്ങൾ വെച്ചുകൊണ്ടാണ്. ലാത്ത, ഉസ്സ, മനാത്ത, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ. ഖുർആൻ സൂറത്തുൻ നജ്മ്. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അവരെ വിശദീകരിച്ച് തരുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വന്ന ആ മഹാന്മാർ, വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ, അന്ന് 5 പേര്. ഇന്ന് ഈ 3 പേരും അതേപോലെ തന്നെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രതിബിംബങ്ങൾ, പ്രതീകങ്ങൾ, വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ജാറങ്ങളുടെ പ്രതീകങ്ങൾ, ഹുബുലുൽ അയലായ പോലെ സിറിയയിൽ നിന്ന് കൊണ്ടുവന്നത്, ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത്. അന്ന് നൂഹ് നബി ഇവരെ പറ്റി പറഞ്ഞത് ഇലാഹുകൾ എന്നാണ്, ലാ ഇലാഹ. ഇന്ന് മുഹമ്മദ് നബി പറഞ്ഞതും ഇലാഹുകൾ എന്ന് തന്നെയാണ്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മാറ്റവുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് അവസാനത്തെ റിസാലത്താണ്. ഹജ്ജത്തുൽ വിദാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് മുഖേന ഈ ദീൻ ഖിയാമത്ത് നാൾ വരെയുള്ളവരെ ഏൽപ്പിക്കുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതിനുശേഷം പിന്നെ വേറെ ആയത്ത് ഇറങ്ങിയിട്ടില്ല നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷം ഇറങ്ങിയൊരു സൂറത്താണ് ഇദാ ജാഅ നസ്റുല്ലാഹി. അഷ്റഫുൽ ഖൽക്കിൻ്റെ വിയോഗത്തെ
അറിയിക്കാനുള്ള സൂചനയായിട്ടുള്ള ആയത്താണ്, സൂറത്താണത്. ഇദാ ജാഅ നസ്റുല്ലാഹ്. അതിന് സൂറത്തുൽ നസ്ർ എന്നും അതിന് സൂറത്തു തൗദീഹ് എന്നും പേരുണ്ട്. യാത്രയപ്പിൻ്റെ സൂറത്ത് എന്നാ തൗദീഹ് എന്ന് പറഞ്ഞാൽ. വിദാ, അഷ്റഫുൽ ഖൽക്കിൻ്റെ ഈ ദുനിയാവിൻ്റെ ജീവിതം അവസാനിക്കുന്നതിലേക്കുള്ള സൂചനയായിട്ടാണ് ഇദാ ജാഅ നസ്റുല്ലാഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവർ അന്ന് തന്നെ വ്യാഖ്യാനിച്ചത്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങളോ വ്യവസ്ഥകളോ ഇറക്കുന്നില്ല. ആഖിറവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് അവസാനമായിട്ട് വരുന്നത്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഒരാൾക്കും ഒരു ഉപകാരവും ഒന്നിൽ നിന്നും കിട്ടാത്തൊരു ദിവസം, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഈ രീതിയിൽ ആഖിറവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് പിന്നീട് വന്ന ചില ആയത്തുകളിലൂടെ അല്ലാഹു തആല അറിയിച്ചത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി. ഖലീഫ ഏറ്റെടുത്തത് അഷ്റഫുൽ ഖൽക്കിൻ്റെ അതേ ദൗത്യമാണ്, അതേ ഡ്യൂട്ടി, അതേ ദഅവത്ത്, അതേ വിഷയം. ഒരണവൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ തീവ്രവും കണിശവും ശക്തവുമായിരുന്നു തൗഹീദിലേക്കുള്ള ദഅവത്ത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടം വരെയും അത് നിലനിൽക്കുന്നു, ഒരു പോറലുമില്ലാതെ. ആരൊക്കെയോ എന്തൊക്കെയോ ശ്രമിച്ചു. മതങ്ങൾ ഒരിക്കലും ഇസ്ലാമിനെതിരായിരുന്നില്ല. മതത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്ന തീവ്രവാദികളാണ് ഇസ്ലാമിന് എപ്പോഴും എതിരായിട്ട് നിന്നതും ആദർശ വ്യതിയാനത്തിന് സമൂഹത്തെ പ്രേരിപ്പിച്ചതും. ജൂതമതത്തിൻ്റെ മിഷണറിയായ സയനിസം പോലെ, ക്രിസ്തു മതത്തിൻ്റെ മിഷണറിയായ ഓറിയന്റലിസം പോലെ, ഇസ്ലാമിൻ്റെ ഒരു വിഭാന്തര മിഷണറിയായ ഷീയിസം പോലെ, ഇവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ശത്രുക്കളായി ലോകത്ത് അവതരിപ്പിച്ച സംവിധാനങ്ങളാണ്. ഇവരൊക്കെ മതത്തിൻ്റെ പേരിലായിരുന്നു ലോകത്തെ അഭിമുഖീകരിച്ചത്. പക്ഷെ മതവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഫലസ്തീൻ വിഷയത്തിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളിൽ ജൂതന്മാർക്കൊരു ബന്ധവുമില്ല, ജൂതന്മാരുമായിട്ട് അതിന് ബന്ധമില്ല. അങ്ങനെ ഒരു രാജ്യം വേണമെന്ന വാദം ജൂതമതത്തിനുണ്ടായിരുന്നില്ല. ജൂതമതത്തിൽ നിന്ന് ഉത്ഭൂതമായി വന്ന രാഷ്ട്രീയ ശക്തിയാകാൻ അവരെ പ്രേരിപ്പിച്ച സയനിസം. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ ദീനുൽ ഇസ്ലാമിനെതിരായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നത്. അന്ന് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ ജൂതന്മാരുടെ പുണ്യഗേഹമാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവരെ അവിടെ നിന്ന് പുറത്താക്കിയില്ല. ക്രിസ്ത്യാനികളുടെ പുണ്യസ്ഥലമാണ്. ക്രിസ്ത്യാനികളെയും ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പുറത്താക്കിയില്ല. മുസ്ലിമീങ്ങളുടെ പുണ്യസ്ഥലമാണ്. മുസ്ലിമീങ്ങൾക്കും അതിൻ്റെ അവകാശം കൊടുത്തു. താക്കോൽ മുസ്ലിമീങ്ങളുടെ കയ്യിൽ, അഹ്ലുസുന്നയുടെ കയ്യിൽ. അവിടെ പ്രാർത്ഥിക്കാൻ ഒരു ഭാഗത്ത് ജൂതന്മാർക്ക് വരാം, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾക്ക് വരാം, അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങൾക്കും ആവാം. ഉമർ റളിയല്ലാഹു അൻഹു അതിന് മാറ്റം വരുത്തിയില്ല. ഈ മൂന്ന് മതക്കാരും കൂടിയാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത്. അന്ന് ആരും അതിനെതിരുണ്ടായിരുന്നില്ല. റോമൻ രാജാവ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ആ താക്കോൽ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് ഉപദേശങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഹദ്റത്ത് സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ, കുരിശി വിപ്ലവകാരികൾ ആരായിരുന്നു ഈ കുരിശി വിപ്ലവകാരികൾ? ക്രിസ്ത്യാനികളാണോ? മുസ്ലിമീങ്ങൾക്ക് ഇനിയും കുറെ തെറ്റിദ്ധാരണകൾ മാറാനുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സംഘടനക്കാരും സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ മാനസികാവസ്ഥയെ അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടി ചരിത്രത്തെ ഒരുപാട് വളച്ചൊടിച്ചിട്ടുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ ബൈത്തുൽ മുഖദ്ദസിനെ കുരിശി വിപ്ലവകാരികളിൽ നിന്ന് ഏറ്റെടുത്തപ്പോൾ എന്തായിരുന്നു അന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞത്? എന്തിനായിരുന്നു കുരിശി വിപ്ലവം ഉണ്ടായത്? ക്രിസ്ത്യാനിസം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? അല്ല. ഓറിയന്റലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ സയനിസ്റ്റുകൾക്ക് രാഷ്ട്രീയമായി മുന്നേറാൻ മതത്തെ കൂട്ടുപിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു മതത്തിന് അവകാശപ്പെട്ടതാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന അഡ്രസ്സിലായിരുന്നു അവർ മെനക്കെട്ടത്.
പക്ഷെ ക്രിസ്ത്യാനികളാരും ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അന്ന് വാദിച്ചിട്ടില്ല. സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല 3 കൂട്ടരെയും ഉമർ റളിയല്ലാഹു അൻഹു എന്താണോ ചെയ്തത് അതുപോലെ അംഗീകരിച്ചു. സ്വസ്ഥമായി ജീവിക്കാം. ജൂതപണ്ഡിതന്മാര് പലപ്പോഴും എഴുതുന്നൊരു വിഷയമുണ്ട്, ഞങ്ങൾ ലോകത്ത് ഏറ്റവും സ്വസ്ഥമായി ജീവിച്ചത് മുസ്ലിം സമൂഹത്തിന്റെ കീഴിലാണ്. സ്പെയിനിലെ കൊർഡോവയിൽ താരിഖ് ബിൻ സിയാദ് കൊർഡോവ അധീനമാക്കിയപ്പോൾ അവിടുത്തെ ജൂതന്മാരെ ആരെയും പുറത്താക്കിയില്ല. താരിഖ് ബിൻ സിയാദ് 800 കൊല്ലം മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു കൊർഡോവ. 3 മതക്കാരും സഹോദരങ്ങളായി ജീവിച്ചു. അതെ, ചരിത്രം ആ വഴിക്ക് മറിഞ്ഞു പോയാൽ സുദീർഘമാണ്. ഒരു മാറ്റവും വരാതെ ഇന്നും തുടരുന്നു. ഇന്നും മുസ്ലിമീങ്ങളുടെ മേൽ ജൂതൻ മതാധിപത്യം നടത്താറില്ല. സയനിസ്റ്റുകൾ വേറെ, ജൂതന്മാര് വേറെ. ഇന്നും ഫലസ്തീൻ വിഷയത്തിൽ ജൂതൻ ഇസ്രായേലി സയനിസ്റ്റുകൾക്ക് എതിരാണ്. അന്ന് ബ്രിട്ടൻ ജൂതന്മാർക്കല്ല ഫലസ്തീൻ ജെറൂസലം കൊടുത്തത്, സയനിസ്റ്റുകൾക്കാണ്. ഇത് തിരിച്ചറിയണം, പഠിക്കണം. നന്നായിട്ട് പഠിച്ചേ പറ്റൂ, ഇനിയും പഠിച്ചേ പറ്റൂ. പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ നന്നായിട്ടറിയാവുന്ന, നൂറ്റാണ്ടുകളോളം അള്ളാഹുവിനെ പറ്റി ചർച്ച ചെയ്ത, അള്ളാഹുവിനെ പറ്റി വളരെ ഗൗരവത്തോടുകൂടി ഓർക്കുകയും ചിന്തിക്കുകയും ദിക്ർ ചെയ്യുകയും ചെയ്ത സമൂഹത്തോടാണ് അഷ്റഫുൽ ഖൽഖ് ദഅവത്ത് ചെയ്യുന്നത്. ഒന്നും അറിയാത്ത മണ്ടന്മാരോടല്ല, വിഡ്ഢികളോടല്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഡാർക്ക് ഏജ് എന്നും പറഞ്ഞിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ ഡാർക്ക് ഏജ് എന്നും ഇരുണ്ട യുഗം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ഗ്രീക്ക് സംസ്കാരം എന്ന് എഴുതി കൊടുത്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ. ഇവിടുത്തെ മതേതരത്വക്കാര്, മോഡേൺ ഹിസ്റ്ററിക്കാര്, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാര് എന്ത് എഴുതുന്നുണ്ടെങ്കിലും ഇസ്ലാമിനെ കൊച്ചാക്കാനാണ് അവരെ വരികൾ ഉപയോഗിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദീതട സംസ്കാരം എന്ന് പേരിട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തെ നൈൽ നദീതട സംസ്കാരം എന്ന് പേരിട്ടു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ നൈൽ നദീതട എന്ന് പേരിട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തെ ബാബിലോണിയൻ സംസ്കാരം എന്ന് പേരിട്ടു. അല്ലേ? നിങ്ങളൊക്കെ കുട്ടികൾ പഠിച്ച ഹിസ്റ്ററി എങ്ങനെയായിരിക്കും? ഇന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുസ്ലിം ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് കള്ളം പറഞ്ഞ് മുസ്ലിം ഹിസ്റ്ററി പഠിപ്പിക്കുകയായിരുന്നു. ഇന്നും ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ബിരുദം കള്ളമാണത്. മുസ്ലിം ഹിസ്റ്ററിയിൽ ബിരുദം. മുസ്ലിം ഹിസ്റ്ററിയെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പേരിട്ടത് ഈ പറയുന്ന സയനിസ്റ്റുകളാണ്. ഇസ്ലാമിക് ഹിസ്റ്ററിയായിട്ടൊരു ബന്ധവും അതിനില്ല. മുസ്ലിം ഹിസ്റ്ററിയിൽ അക്ബർ ദ ഗ്രേറ്റ് ആണ്. നിങ്ങളെ ഹിസ്റ്ററി പുസ്തകത്തിൽ കാണാം, സോഷ്യൽ സ്റ്റഡീസ് പഠിച്ച പിള്ളേർക്ക് മനസ്സിലാവും അത്. ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അക്ബർ കാട്ടുകള്ളനാണ്, ധിക്കാരിയാണ്, മതപരിത്യാഗിയാണ്, വേറെ മതം സ്വീകരിച്ച ആളാണ്, ദീനിലാഹി മറ്റൊരു ദീനുണ്ടാക്കിയ ആളാണ്, ബ്രാഹ്മണ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട്. ആ അക്ബർ ഇന്ന് ഹീറോ ആണ് ഇസ്ലാമിക ചരിത്രത്തിൽ. ഇല്ല, അത് മുസ്ലിം ചരിത്രം. ഇസ്ലാമിക് ഹിസ്റ്ററി വേറെ, മുസ്ലിം ഹിസ്റ്ററി വേറെ. മുഗൾ വിഭാഗത്തിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ ഇടം തേടാൻ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളത് ഔറംഗസീബ് ആലംഗീരി റഹിമഹുല്ലയാണ്. പക്ഷെ അദ്ദേഹം ഇവരുടെ ഭാഷയ്ക്ക് തീവ്രവാദിയാണ്. ഔറംഗസീബ് ആലംഗീരി മനസ്സിലാക്കണം. മുസ്ലിം ഹിസ്റ്ററിയിൽ അത്താതുർക്ക്, മുസ്തഫ കമാൽ ഹീറോ ആണ്. ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അയാൾ കാട്ടുകള്ളനാണ്. ഉസ്മാനി ഖിലാഫത്ത് നശിപ്പിച്ച് ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ അറബി ഭാഷ പോലും നിരോധിച്ച് തുർക്കികൾക്ക് സ്വന്തമായി ഒരു ഭാഷ ഉണ്ടാക്കി കൊടുത്ത വ്യക്തി. മനസ്സിലാക്കണം. അതേ അവസരത്തിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ആര് വന്നില്ല? മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല വന്നില്ല. ഇസ്ലാമിക് ഹിസ്റ്ററിയാണ്. മുസ്ലിം ഹിസ്റ്ററിയുടെ പേര് കാണൂല. മഹാനായ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ പേര് കാണുകയില്ല.
ഇതൊക്കെ നാം തിരിച്ചറിയേണ്ട ചില പച്ച യാഥാർത്ഥ്യങ്ങളാണെന്നാണ് നാം പറയുന്നത്. അതായിരിക്കണം നമ്മുടെ ചിന്താ വിഷയം വർത്തമാന കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് മതങ്ങളെ കൃത്യമായി നാം പഠിച്ചിരിക്കണം, ഇസ്ലാമിനെ കൃത്യമായി പഠിച്ചിരിക്കണം, ഇസങ്ങളെയും കൃത്യമായി പഠിച്ചിരിക്കണം. ഇസങ്ങളെയും മതങ്ങളെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത് മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയും അതേപോലെ തന്നെ ബ്രിട്ടനും ഇതുപോലെയുള്ളവരെല്ലാം വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നു 20 ലക്ഷത്തോളം, 50 ലക്ഷം എന്നും അഭിപ്രായക്കാരുണ്ട് ചരിത്രകാരന്മാരുടെ കൂട്ടത്തിൽ. അല്ലാഹു അഅലം. എന്തിനാ കൊന്നതെന്നറിയുമോ? ക്രിസ്ത്യാനികളെ സ്വന്തമാക്കിയെടുക്കാൻ. അതിന് സപ്പോർട്ട് ചെയ്തത് ക്രിസ്ത്യൻ സയനിസം. ജൂതന്മാര് ഈ പറയപ്പെട്ടവരെ ഒന്നും കൊന്നതായിട്ട് നാം കാണൂല. ലോകത്ത് മുഴുവനും ഓരോ ഭരണാധികാരികൾ വരുമ്പോഴും ആട്ടിയിറക്കപ്പെട്ട വിഭാഗമായിട്ടാണ് കാണുക. പക്ഷെ അവര് എക്കാലഘട്ടത്തിലും പ്രവാചകന്മാരെ ശത്രുക്കളായിട്ട് നിലനിൽക്കുന്നു. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 12 മക്കൾ, ആ 12 മക്കളുടെ പേരിലാണ് ബനു ഇസ്രായേൽ അറിയപ്പെടുന്നത്. 12 ഗോത്രങ്ങളാണ് ബനു ഇസ്രായേൽ. അതിൽ യഹൂദ എന്ന് പേരുള്ളൊരു മകനുണ്ട് യാക്കൂബ് നബിക്ക്. ആ മകന്റെ അഡ്രസ്സിലാണ് ജൂതമതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 12 ഗോത്രക്കാർ തമ്മിൽ അടിച്ചതും. ആ അടിയാണ് അവസാനം ഭിന്നിപ്പിലെത്തിയതും. ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിലേക്ക് ബനു ഇസ്രായേലിന്റെ സ്വന്തം സ്ഥലമായ ഫലസ്തീൻ കൈമാറാൻ കാരണമായതും. അതൊക്കെ ചരിത്രം. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചതിന്റെ ബാക്കി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നു. മിനായിൽ ബനു ശൈബാൻ ഗോത്രക്കാരുടെ കൂടാരത്തിൽ കയറി ചെന്നു. എന്നിട്ട് സംസാരിച്ച വിഷയങ്ങൾ നാം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽക്കിനോട് അവര് പേർഷ്യൻ രാജ്യവുമായിട്ടൊരു സന്ധിയാവാമെങ്കിൽ അറബികളുടെ കാര്യത്തിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ സന്ധിയാവാമെന്ന് അവർ ഓഫർ കൊടുത്തു അഷ്റഫുൽ ഖൽക്കിന്. റസൂലുള്ളാഹി ആയ ഓഫർ സ്വീകരിച്ചില്ല. ഇവിടെ രാഷ്ട്രീയമായി ഒരു സന്ധിയും ഇസ്ലാമിക മുന്നേറ്റത്തിന് അനിവാര്യമല്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റു. അവരോട് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൂട്ടത്തിൽ പ്രഗത്ഭന്മാരുണ്ട്. മഫ്രൂഖ് ബിൻ അംറുണ്ട്, മുസന്ന ബിൻ ഹാരിസത്തു ഷൈബാനിയുണ്ട്. അങ്ങനെ പ്രഗത്ഭന്മാരായ ബനു ഷൈബാൻ ഗോത്രത്തിലെ നേതാക്കന്മാരുമായാണ് സംസാരം. 100 കണക്കിന് അനുയായികൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാരും തന്നെ ബുദ്ധി കുറഞ്ഞവരല്ല, മാന്യന്മാരാണ്. ലോകത്തിന്റെ ചരിത്രം അറിയാവുന്നതാണ് മക്കത്തെ ഖുറൈശി കുടുംബക്കാര്. ഡാർക്ക് ഏജ് എന്നും പറഞ്ഞിട്ട് അവരെ പൊട്ടന്മാരാക്കി. ആരെന്നറിയോ? ഈ മോഡേൺ ഹിസ്റ്ററിക്കാരൻ, അല്ലെങ്കിൽ ശാസ്ത്ര പരിഷത്തുകാര്. എല്ലാറ്റിനും സംസ്കാരവുമായിട്ട് അഡ്രസ് കൊടുത്തു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ഗ്രീക്ക് സംസ്കാരം എന്ന് പേരിട്ടു. എന്നാൽ ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കുന്നിടത്തവർ ഡാർക്ക് ഏജ് എന്ന് പേരിട്ടു. ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗമെന്ന്. ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന കുറെ കൊള്ളക്കാരും കാട്ടാളന്മാരുമായ ജനം, ആ ജനമാണ് മുഹമ്മദിന്റെ അനുയായികൾ എന്ന് വരുത്തി തീർത്തു. ഇത് നമ്മൾ ഏറ്റുപാടുകയും ചെയ്തു. ഇന്നും ഹിസ്റ്ററിയുടെ പേരും പറഞ്ഞ് ഇസ്ലാമിലെ ചില മുസ്ലിം സംഘടനകൾ ഈ ചരിത്രമാണ് ലോകത്തോട് പറഞ്ഞു കൊടുക്കാറ്. അബദ്ധമാണ്. ചരിത്ര യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത ചരിത്രം. 6-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം. മിൻ ഖബിലു ഫീ ലലാലിൻ മുബീൻ. അല്ലാഹു തആല പറഞ്ഞ ലലാലത്ത് എന്താണ്? വഇൻ കാനൂ മിൻ ഖബിലു ലഫീ ലലാലിൻ മുബീൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ ലഫീ ലലാലിൻ മുബീൻ. എന്താണ് ആ ദലാലത്ത്? ഭൗതികമായ കാര്യങ്ങൾ അറിയില്ലെന്നാണോ ആ ദലാലത്ത്? ആ ദലാലത്തിന് ഒരർത്ഥമാണ് നാം വെക്കേണ്ടത്. എന്താണ്? അല്ലാഹു അല്ലാത്തവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടയാളുകളാക്കുക എന്ന ദലാലത്ത്. അടിസ്ഥാനപരമായി ഖുറൈശി കൂട്ടത്തിന്റെ
ഏറ്റവും വലിയ അറിവുകേടും ബുദ്ധികേടും അവിടെയാണ് ഖുർആൻ സ്ഥാപിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ജാറങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തോന്നിയവാസങ്ങൾ ഒരുപാട് നടന്നു. അനധികൃതമായ സമ്പാദനം, സമ്പത്തുണ്ടാക്കൽ, വലിയുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഹോമങ്ങൾ, ബലികൾ, സ്വന്തം മക്കളെപ്പോലും അറുക്കുന്ന കാര്യത്തിൽ ഇന്നും ഒട്ടും കുറവല്ല. ഈ പരിഷ്കൃത യുഗത്തിലും ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിൽ സ്വന്തം മക്കളെ കഴുത്തറുത്ത് രക്തം ദേവിക്ക് ദാനം ചെയ്യുന്ന കാലമാണ് ഇന്നും. ആരും ഇന്നത്തെ കാലത്തെ ഡാർക്ക് ഏജ് എന്ന് വിളിക്കാറില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം. ഒരു നാള് വരും, അന്ന് നിങ്ങൾ ഈ ഭയപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യം, നിങ്ങൾ പേടിക്കുന്ന ഈ പേർഷ്യൻ സാമ്രാജ്യം, കിസ്രയുടെ ഈ സാമ്രാജ്യം, ഈ ആദർശം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലിൻ കീഴിലേക്ക് ഈ സാമ്രാജ്യവും സമ്പത്തും വന്നു ചേരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറയുന്ന ദൈവത്തെ അംഗീകരിക്കാൻ പറ്റുമോ? അല്ലാഹു അക്ബർ. സ്വന്തം നാട്ടിലൊരു അഭയമില്ലാതെ അഭയം ചോദിച്ചു പോയതാ ബനൂ ശൈബാൻ ഗോത്രക്കാരത്തേക്ക്. ഗോത്രക്കാരോട് അഷ്റഫുൽ ഖൽഖ് പറയുന്നത്, നാളെ ഈ ആദർശം വളരും. ആദർശം വളർന്ന് നിങ്ങൾ ഈ ഭയപ്പെടുന്ന, നിങ്ങൾ ഈ പേർഷ്യൻ രാജാവിനെ ആണല്ലോ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തത്. ആ പേർഷ്യൻ സാമ്രാജ്യം ഈ ആദർശം സ്വീകരിക്കുന്നവരെ കൈകളിലേക്ക് വന്നു ചേരുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ, ഈ ആദർശം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്ന്. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് ആ സമയത്ത് അഷ്റഫുൽ ഖൽഖിനോട് പറഞ്ഞൊരു വിഷയമുണ്ട്. വല്ലാഹി ഫലക ഹാദാ, മുഹമ്മദ്, നിങ്ങൾ ഈ പറയുന്ന തത്വങ്ങൾ ഉണ്ടല്ലോ, നേരത്തെ ഓതി കേൾപ്പിച്ച, ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ടായ ആയത്ത്, ആ ആയത്ത്, ഈ തത്വങ്ങൾ യഥാർത്ഥത്തിൽ പുലരുകയാണെങ്കിൽ ആ പേർഷ്യ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് മുഹമ്മദ് എന്ന്. ബുദ്ധിയുള്ളവരുണ്ട് ആ കൂട്ടത്തിൽ എന്ന അർത്ഥം. പക്ഷെ അവിടെ ആ പാരമ്പര്യം അനുവദിക്കുന്നില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് ആരാന്നറിയുമോ? അഭയം തേടിയിട്ട് ബനൂ ശൈബാൻ ഗോത്രക്കാലത്തേക്ക്, മിനയിലേക്ക് പല ഗോത്രത്തിന്റെയും വാതിൽക്കൽ കയറി ഇറങ്ങിയിട്ട് കയറി ചെന്നതാ. ആ ന്യൂനപക്ഷമാണ് പറയുന്നത് പേർഷ്യ നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചത്? കാലങ്ങൾ മുന്നോട്ട് നീങ്ങി. അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് മുമ്പ് ഉസാമത്ത് ബിൻ സൈദിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ പേർഷ്യയിലേക്ക് അയച്ചു. അഷ്റഫുൽ ഖൽഖ് വഫാത്തായി എന്ന വിവരം കേട്ടപ്പോൾ പേർഷ്യയിലേക്ക് പോകാതെ ഉസാമയും അനുയായികളും തിരിച്ചു വന്നു. അഷ്റഫുൽ ഖൽഖ് വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അഷ്റഫുൽ ഖൽഖിന്റെ ജനാസ സംസ്കരണവും മറ്റും കഴിഞ്ഞതിന് ശേഷം മസ്ജിദുൻ നബവിയിൽ കൂടിയ ആദ്യത്തെ യോഗത്തിൽ ഭരണാധികാരി അനുയായികളുമായി കൂടിയിരുന്ന്, അഥവാ ഖലീഫ അനുയായികളെയും കൂട്ടി മസ്ജിദുൻ നബവിയിൽ കൂടിയ ആദ്യത്തെ യോഗം, ആ യോഗത്തിലെടുത്ത തീരുമാനം ഉസാമയുടെ സൈന്യം എത്രയും പെട്ടെന്ന് പുറപ്പെടണം എന്ന്. അല്ലാഹു അക്ബർ. ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ആരോടാ സംസാരിക്കുന്നറിയോ? ഷിയാക്കളോടല്ല, സലഫികളോട്. അള്ളാഹു മാത്രം എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന സലഫി പണ്ഡിതന്മാരോട്, അവരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, ഷിയാക്കളോടല്ല. ഷിയാക്കൾ വേറൊരു വിഭാഗം, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് ചെയ്തെങ്കിൽ വരും ആഴ്ചകളിൽ 3-4 ആഴ്ച ഉംറക്കൊന്ന് പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഭവനത്തിലൊന്ന് ചെല്ലണം. ഒരുപാട് പരാതികൾ പറയാനുണ്ട്. കുറച്ച് ദീർഘിച്ചു പോയി പോക്ക്. ഒരു 3-4 ആഴ്ച ഇൻഷാ അല്ലാഹ്. വളരെ ഗൗരവമായിട്ട് നാം കാണണം ഈ വിഷയത്തെ, വളരെ ഗൗരവമായിട്ട് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കി അയച്ച ഉസാമത്ത് ബിൻ സൈദിന്റെ ജമാഅത്തിനെ, സംഘത്തെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. ഉമർ റളിയല്ലാഹുവിന് എതിര്, ഉസ്മാൻ റളിയല്ലാഹുവിന് എതിര്, എല്ലാവരും എതിര്. എന്താ തങ്ങളെ നിങ്ങൾ ഈ പറയുന്നത്? ആഭ്യന്തര കലഹത്തിന് വേണ്ടി കോപ്പ് കൂട്ടുകയാണ് പേർഷ്യയും റോമും.
അഷ്റഫുൽ ഖൽക്ക് വഫാത്തായി എന്നവരറിഞ്ഞാൽ അവർ പടയെടുത്തു വരും മദീനയിലേക്ക്. ഇവിടുത്തെ ഒറ്റക്കൂട്ടിനെ ബാക്കി വെക്കൂല, അവർ കാത്തിരിക്കുകയാണ്. നേതാവ് മരിച്ചു എന്നറിഞ്ഞാൽ പ്രജകൾക്കുള്ള മാനസിക ബുദ്ധിമുട്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പേർഷ്യയും റോമും മദീനയെ 100% ചാമ്പലാക്കും. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അവർ. ആഭ്യന്തര പ്രശ്നം ചില്ലറയല്ല. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ സഹാബാക്കൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രയാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദീനത്തെ മുനാഫിക്കുകൾ അതാത് സമയത്ത് മെസ്സേജ് അയക്കുകയാണ് റോമിനും പേർഷ്യക്കും. മദീനയിൽ സജ്ജമായിരിക്കുന്ന മുനാഫിക്കുകളുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിന്റെ നേതൃത്വത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അത് ജൂതനസാറാക്കൾക്കും അല്ല പേർഷ്യൻ റോമൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അഷ്റഫുൽ ഖൽക്കിന് ഏറ്റവും കൂടുതൽ പേടി ജൂതനെയും നസാറാക്കളെയും മതക്കാരെയുമായിരുന്നില്ല, ഈ മുനാഫിക്കുകളെയായിരുന്നു. മുനാഫിക്കുകളാവട്ടെ ബാഹ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർ, തൗഹീദ് ഉച്ചരിക്കുന്നവർ, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവർ, 5 നേരം അഷ്റഫുൽ ഖൽക്കിന്റെ തൊട്ടിപ്പിറകിൽ ജമാഅത്തായി നിസ്കരിക്കുന്നവർ, അഷ്റഫുൽ ഖൽക്കിനോടൊപ്പം ഹജ്ജിന് വേണ്ടി പോകുന്നവർ, ഉംറയ്ക്ക് വേണ്ടി പോകുന്നവർ. ഒന്നും ചെയ്യാൻ കഴിയില്ല അഷ്റഫുൽ ഖൽക്കിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാഹ്യമായിട്ട് മാത്രമേ വിധി കൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. ആ രീതിയിൽ അഷ്റഫുൽ ഖൽക്കിന്റെ വഫാത്ത് വാർത്ത റോമൻ പേർഷ്യൻ സംഘത്തിന് കിട്ടിയിരിക്കുകയാണ്. ഈ മുനാഫിക്കുകൾ, ഈ 5 നേരം പള്ളിയിൽ കൃത്യമായി ഇമാമും ജമാഅത്തായി നിസ്കരിക്കുന്ന കപടന്മാർ, അവർ പടയെടുത്ത് വരാൻ പോകുകയാണ്. എന്നിട്ട് ഈ സഹാബാക്കളെ ചാമ്പലാക്കിയിട്ട് വേണം അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ എന്ന മുനാഫിക്ക് നേതാവ് ഖസ്റജി ഗോത്രക്കാരന് വീണ്ടും മദീനയുടെ നേതാവായിട്ട് തിരിച്ചു വരാൻ. ആ തന്ത്രമായിരുന്നു അയാൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരമല്ലേ കൂട്ടരെ സകല നാശത്തിനെയും കാരണം. എല്ലാവർക്കും പ്രസിഡന്റ് ആവണം, എല്ലാവർക്കും സെക്രട്ടറി ആവണം, എല്ലാവർക്കും ഖജാൻജി ആവണം. ഉമ്മത്തിൽ നിന്ന് പൈസ ലക്ഷങ്ങൾ പിരിക്കണം, അത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യണം. അത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ബിസിനസ്സിന് കൂട്ടാളികളാകണം. അതേ ദിവസത്തിൽ ഈ പാവപ്പെട്ട സാധാരണക്കാരന് അള്ളാനെ അറിയാൻ ആർത്തിയോടെ കാത്തിരിക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ ഒരു സംവിധാനവും ഇല്ലാതെ നാശത്തിന്റെ വക്കിലാണ് സലഫി ലോകം. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ അടങ്ങിയിരുന്നു കൊള്ളണം, അഷ്റഫുൽ ഖൽക്കിന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. കാട്ടിൽ നിന്ന് ചെന്നായ്ക്കൾ ഇറങ്ങി വന്ന് ഇവിടുത്തെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കടിച്ചു കീറിയാലും, ശത്രുക്കൾ വന്നിവരെ കൊന്ന് മയ്യത്താക്കിയാലും അഷ്റഫുൽ ഖൽക്കിന്റെ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കും. ഉസാമാന്റെ സംഘത്തെ ഞാൻ അയച്ചിരിക്കും. എല്ലാവരും നാവടക്കി. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെല്ലാം നാവടക്കി. ഉസാമത്ത് ബിൻ സൈദിന്റെ ജമാഅത്ത് പേർഷ്യയിലേക്ക് പുറപ്പെട്ടു. ഇല്ലേ, ആ ജമാഅത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. സന്ധി സംഭാഷണത്തിലൂടെ തിരിച്ചു വന്നു. തന്ത്രമായിരുന്നു അവരുടെ. അവർ വീണ്ടും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി. അപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ധീരനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ് ബിൻ ആബിദുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മുസന്നബിന് ഹാരിസത്തു ഷൈബാനി റളിയല്ലാഹു അൻഹു. ഒന്നും മറക്കണ്ട പേരുകളൊന്നും. ഈ 3 പേരെ നേതൃത്വത്തിലാണ് പിന്നെ പേർഷ്യയിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തെ അയക്കുന്നത്. ആ സൈന്യത്തിൻ്റെ കീഴിലാണ് പേർഷ്യ 300 കൊല്ലക്കാലമായി ചോദ്യം ചെയ്യാൻ ആളില്ലാതെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന പേർഷ്യൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്തോടുകൂടി മുസന്നബിൻ ഹാരിസത്തു ഷൈബാനി, ആളോർക്കുന്നുണ്ടോ? ആരാ? അന്ന് മിനായിലെ കൂടാരത്തിൽ വെച്ച് പേർഷ്യൻ സാമ്രാജ്യം നമ്മുടെ കീഴിലേക്ക് വന്നാൽ വരുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തന്നാൽ ഈ ദൗത്യം, ഈ തൗഹീദിന്റെ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആരോടാണ് സംസാരിച്ചത്? ഇതേ മുസന്നബിൻ ഹാരിസത്തു ഷൈബാനിയോടാണ് അഷ്റഫുൽ അന്ന് സംസാരിച്ചത്. ആ മുസന്നയാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പേർഷ്യയിലെ ഗവർണറായിട്ട് അധികാരമേൽക്കുന്നത്. ഇസ്ലാം, തൗഹീദ്. നാം തൗഹീദിൽ മുന്നേറും തോറും അധപ്പതനത്തിൻ്റെ കുഴി തോണ്ടുകയാണ്, നേതാക്കന്മാരും പ്രജകളും അടക്കം. പക്ഷെ തൗഹീദ് സകലതും നമ്മുടെ കാലിൻ കീഴിലേക്ക് വരാനുള്ള ഏക
വജ്രായുധമാണ്. അത് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. നാം ഒന്നിൽ നിന്ന് സീറോവിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് 1, 2, 3, 4, 5, 6, 9 ഒട്ടും താമസിയാതെ സീറോവിലേക്ക് റിട്ടേൺ അടിക്കും. അതോടെ 100 കൊല്ലം ചെയ്തത് മുഴുവനും ബാത്തിലാവും. വീണ്ടും മെല്ലെ തുടങ്ങും, 1, 2, 3, 9 10 നേരത്തെ ആയിരിക്കും എന്തെങ്കിലും ഒന്നിക്കൊരു ജിന്ന് വരും, അല്ലെങ്കിൽ ഒരു ശൈത്താൻ വരും, അല്ലെങ്കിൽ വേറൊരു സിഹിർ വരും. അതോടുകൂടി വീണ്ടും സീറോവിലേക്ക് തിരിച്ചു പോകും. ഒരിക്കലും നമുക്ക് മുസന്നമാരെയും ഖാലിദ് ബിൻ വലീദുമാരെയും കിട്ടുന്നില്ല. ഇത് തിരിച്ചറിയാൻ സലഫി ലോകത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ തയ്യാറാകണമെന്നാണ് നാം പറയുന്നത്. ഒരുപാട് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഉസീക്കും വനഫ്സി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എവിടെ എത്ര ചെറിയ ന്യൂനപക്ഷമായാലും എത്ര വലിയ ഭൂരിപക്ഷമായാലും പേർഷ്യ, റോം അടക്കമുള്ള സാമ്രാജ്യങ്ങളായാലും അഷ്റഫുൽ ഖൽക്കിന് പറയാനുള്ളത് ഒന്നാണ്: അള്ളാഹുവിനിടയാളാക്കി വെച്ചവരെ നിങ്ങൾ ഇല്ല എന്ന് പ്രഖ്യാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 7500 കൊല്ലം മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ ഭരണാധികാരിയോടും ഉലമാക്കളോടും വല്ലമാരോടും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ഈ അടയാളന്മാരെ, ഔലിയാക്കളെ, ഈ ജാറങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് വന്നിരിക്കുന്നത്. മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം. അത് തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. വിവരം മദീനയിലെ ഒരാൾ അറിഞ്ഞു, സുവൈദ് ബിൻ സാമിത്ത്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രബോധനത്തിൻ്റെ രീതിയും ശൈലിയും പുതിയ തലമുറക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത്രയും പാടുപെടുന്നത്. പഴയ തലമുറക്ക് മനസ്സിലാവും തോന്നുന്നില്ല. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം. ശിയാക്കൾക്ക് പിന്നെ തീരെ മനസ്സിലാവില്ല, അവർ നമ്മളെ സംബോധിതരല്ല, വേറെ മേഖല. സുവൈദ് ബിൻ സാമിത്ത് ഒരു കവിയാണ്. ഖദ്റജ് ഗോത്രത്തിലെ മദീനയിലെ പ്രഗത്ഭനായ ഒരു കവി സുവൈദ് ബിൻ സാമിത്ത്. അംഗീകരിക്കപ്പെട്ട കവിയാണ്, നിമിഷ കവിയാണ്. അൽ ഖാമിലുൽ അറബി എന്നവരെ പേര് വിളിക്കുമായിരുന്നു. അറബിസ്ഥാനിലെ പൂർണ്ണത നേടിയ ആള്. അത്ര വലിയ കവിയാണ്. അയാൾ അറിഞ്ഞു മക്കയിൽ ഒരു വലിയ കവി വന്നിട്ടുണ്ട്, ആ കവിനെ ഒന്ന് പോയിട്ട് കാണാമെന്ന്. കവിത കേൾക്കാൻ ഇല്ലേ? പ്രാസംഗികന്മാരെ കാണും, കവിതന്റെ ആൾക്കാരെ കാണും, ചരിത്രകാരന്മാരെ കാണും, രാഷ്ട്രീയക്കാരെ കാണും. സ്വാഭാവികമാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. സുവൈദ് ബിൻ സാമിത്ത് യസ്രിബിൽ നിന്ന്, അന്ന് മദീനയല്ല യസ്രിബിൽ നിന്ന് മക്കായിലെത്തി. തേടിപ്പിടിച്ച അഷ്റഫുൽ ഖൽക്കിന്റെ വീട്ടിലെത്തി. ദാറുൽ അർഖമിൽ വന്നു, അഭിവാദ്യങ്ങൾ ചെയ്തു, ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, ഇരുന്നു. ഞാൻ യസ്രിബിൽ നിന്ന് വരികയാണ്, എൻ്റെ പേര് സുവൈദ് ബിൻ സാമിത്ത് എന്നാണ്. അപ്പം എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട് സുവൈദ് ബിൻ സാമിത്ത്. എന്താ വന്നത്? നിങ്ങൾ മനോഹരമായ ചില കവിതകൾ ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. മനോഹരമായ ചില കഥകൾ നിങ്ങൾ പറയുന്നുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടി. ഞാനൊരു കവിയാണ്, ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ, സന്ദർശിക്കാൻ വന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള കവിതകൾ എന്താണെന്ന് പഠിക്കാൻ. അപ്പം അഷ്റഫുൽ ഖൽക്ക് സുവൈദ് ബിൻ സാമിത്തിനോട് ചോദിച്ചു, നിങ്ങളടുത്ത് എന്താണ് ഉള്ളത് എന്ന്, നിങ്ങളെ കവിത ഒന്ന് കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ കവിത പറഞ്ഞു തരാമെന്ന്. സുവൈദ് ബിൻ സാമിത്ത് അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞു, എൻ്റെ അടുത്തുള്ള കവിത മഹാനായ ലുഖ്മാനുൽ ഹക്കീമിൻ്റെ
ഉപദേശങ്ങളും തത്വജ്ഞാനങ്ങളും അടങ്ങിയ കവിതകളാണ് എൻ്റെ അടുക്കലുള്ളത്. മനസ്സിലായല്ലോ, നന്ന മടയന്മാരൊന്നും അല്ല ആരും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അങ്ങനെയാണല്ലോ ഈ ജാറക്കാർ പറഞ്ഞ് പരത്തിയിരിക്കുന്നത്. ഖുറൈശികൾ എന്ന് പറഞ്ഞ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടന്മാരാണ്. ഈ ലോകത്തിനൊരു അള്ള ഉണ്ടെന്ന് പറയാനാണ് പ്രവാചകൻ വന്നത് എന്നാണല്ലോ പ്രബോധന ശൈലി. ഇല്ല, അവിടെ കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരും അറിഞ്ഞവരുമാണ്. ആയ അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത്. അതുതന്നെയാണ് നമ്മളിൽ ദൗത്യം. സുവൈദ് ബിൻ സാമിത്ത് പറഞ്ഞു, എൻ്റെ അടുക്കലുള്ളത് ലുഖ്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്, കേട്ടിട്ടുണ്ടോ? അഷ്റഫുൽ അങ്ങനെ മറുപടി പറയാറില്ല, എല്ലാം കേട്ടിട്ടേ മറുപടി പറയാറുള്ളൂ. ഏത് നാട്ടുകാരനാണ്, ഏത് ഗോത്രക്കാരനാണ്, എന്താണ് ഒന്നും കൃത്യമായ രേഖകളൊന്നുമില്ല. ലുഖ്മാൻ ഹക്കീമാണെന്നുള്ള കാര്യം വളരെ കൃത്യവും വ്യക്തവുമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുവൈദ് ബിൻ സാമിത്തോട് പറഞ്ഞു, ഒന്ന് കേൾക്കട്ടെ. അങ്ങനെ നല്ല ഈരടികൾ, അറബി ഭാഷയിൽ സാഹിത്യത്തിൽ ഈരടികൾ ലുഖ്മാന്റെ ഉപദേശങ്ങൾ പാടിക്കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുവൈദ് ബിൻ സാമിത്തിനോട് പറഞ്ഞു, ഹാദാ അഹ്സൻ, ഏറ്റവും നല്ലതാണ്. പക്ഷെ വലാകിൻ ഇൻദി അഫ്ളലു മിൻ ഹാദാ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കവിതയല്ല, നുസുലും മിൻ ഗഫൂരിർ റഹീം, അള്ളാഹുവിൽ നിന്നുള്ള, അള്ളാഹു ഇറക്കിത്തന്ന ചില ഹുദയുടെയും നൂറിൻ്റെയും, ഫീഹി ഹുദം വ നൂർ, സന്മാർഗത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വരികൾ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചെന്നതാണ് എൻ്റെ അടുക്കലുള്ളത്, കവിതയല്ല. അപ്പൊ സുവൈദ് ബിൻ സാമിത്ത് ചോദിച്ചു, ഓ മുഹമ്മദ്, ഒന്ന് കേൾക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ശരിക്കും മനസ്സിലാക്കണം, നാം സലഫികൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെ വന്നാലും തെക്കോട്ട് പോയാലും വടക്കോട്ട് പോയാലും മുകളോട്ടോ താലോട്ടോ എപ്പോഴും ശിർക്ക്, കുഫ്ർ, ശിർക്കും തൗഹീദും തന്നെയാണ് നമ്മളെ വിഷയം. ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല, ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നൊരു മണി പുറത്തു പോകുന്ന പ്രശ്നമില്ല. ചാരിറ്റി നടത്തട്ടെ ലോകം, ക്രിസ്ത്യാനി നടത്തട്ടെ, ഹിന്ദു നടത്തട്ടെ, കമ്മ്യൂണിസ്റ്റുകളും നടത്തട്ടെ, മുസ്ലിങ്ങളും നടത്തട്ടെ, കോൺഗ്രസും നടത്തട്ടെ, CPM നടത്തട്ടെ, ലീഗും നടത്തട്ടെ. നമ്മുടെ ജോലി ചാരിറ്റി അല്ല, തൗഹീദിൻ്റെ ദഅവത്താണ്. ചാരിറ്റിക്ക് മതം നോക്കേണ്ടതില്ല, തൗഹീദിന് ആദർശം നോക്കിയേ പറ്റൂ. ചാരിറ്റിക്ക് മതം നോക്കേണ്ടതില്ല, ഇന്ന മതക്കാരൻ ഇന്ന ജാതിക്കാരൻ പരിഗണിക്കേണ്ടതില്ല. കൊല്ലമ്പാടി മഹലിൽ ഏതെല്ലാം മതക്കാരുണ്ടോ അവർക്കെല്ലാം സമ ഓഹരിയാണ് ചാരിറ്റി. മുസ്ലിമിന്റെ വക, ഇസ്ലാമിന്റെ തത്വശാസ്ത്ര മത. പക്ഷെ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, മുഖം നോക്കി സംസാരിക്കുന്ന പ്രശ്നവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുവൈദ് ബിൻ സാമിത്തിന് ഓതിക്കൊടുത്തു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് ഫമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. എങ്ങനെയുണ്ട്? ഏതാ കാലം? ആരോടാ ഇത്? സുവൈബിത്തുവിന് സാമിത്ത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഉരുകുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ നിറം മാറുന്നത് അഷ്റഫുൽക്ക് കാണുന്നുണ്ട്. വിശദീകരണം പിന്നെ ആവട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷെ അവിടെ അഷ്റഫുൽ ഖൽക്ക് തുടങ്ങിക്കൊടുത്തത് തന്നെ ശിർക്കും ഈമാനുമാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞത്. അതൊന്നും സുവൈദ് ബിൻ സാമിത്തിൻ്റെ കവിതയിൽ കാണുകയില്ല, തത്വജ്ഞാനങ്ങളും യുക്തിജ്ഞാനങ്ങളും കാണുക. ചരിത്രം പറയുന്നു, സുവൈദ് ബിൻ സാമിത്ത് ആ സ്പോട്ടിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് തിരിച്ച് നാട്ടിലേക്ക് പോയി. ആ സമയത്താണ് ബുആസി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്, ഖസ്റജും ഔസും തമ്മിൽ. ആ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. ചരിത്രകാരന്മാർ എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പറയുമായിരുന്നു, അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, യുദ്ധത്തിൽ അമ്പേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേ മരിച്ചു എന്ന്. അതാ കാലം. യസ്രിബിൽ ഇസ്ലാമിൻ്റെ പശർമ പോലും വന്നിട്ടില്ലാത്ത കാലം. അവസരം കിട്ടുമ്പോഴൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് ജാറങ്ങളെ ഒഴിവാക്കാനാണ്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. അതായിരിക്കട്ടെ നമ്മുടെയും അടിസ്ഥാനം.
നമ്മുടെ ജീവിതവും ഷഹാദത്തിനോട് 100% കൂറ് പുലർത്തുന്നതാവട്ടെ എന്ന് നാം എൻ്റെ നഫ്സോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നാം അല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്. ആത്യന്തികമായി നാം പറയട്ടെ, അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹുവേ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലാഹ്, നിന്റെ അടുത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെപ്പോലും ആ പ്രശ്നത്തിൽ നിന്റെ ഇടയിൽ വെക്കാൻ ഞാൻ തയ്യാറാകുകയില്ല. ആ രീതിയിൽ ജീവിച്ച് ഞാൻ തെളിയിക്കാം. അശ്ഹദു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇനിയും ഞാൻ തെളിയിക്കും, ജീവിച്ചിട്ട് എൻ്റെ 24 മണിക്കൂർ നേരത്തെ ജീവിതം ഞാൻ നിനക്ക് സാക്ഷിയാക്കും. മുഹമ്മദ് എന്ന വ്യക്തിയെ നീ എനിക്ക് റസൂലാക്കി അയച്ചു തന്നതാണ്. മുഹമ്മദ് റസൂലാണ് എന്നത് എൻ്റെ ജീവിതം തെളിവായിരിക്കും. അശ്ഹദു. ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം, എൻ്റെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തെളിവാണോ? എൻ്റെ ജീവിതം മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് തെളിവാണോ? ഇല്ലേ, ഷഹാദത്ത് പോക്കാൻ നാളെ ആഖിറത്തിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് കെട്ടുകെടുത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് എന്താണെന്ന് ഗൗരവത്തിൽ ഉലമാക്കൾ മനസ്സിലാക്കണം. പള്ളി ഖത്തീബുമാരും മുദരിസുമാരും വലിയ വലിയ കോളേജുകളും അറബി കോളേജുകളും യൂണിവേഴ്സിറ്റികളും നടത്തി വലിയ വലിയ അറബി പണ്ഡിറ്റുമാരെ ഉണ്ടാക്കുന്നവരൊക്കെ ഇസ്ലാമിന്റെ 5 കാര്യത്തിൽ ഒന്നാമത്തെ ഷഹാദയെ പറ്റി സ്വന്തം പഠിക്കണം. അവരവരുടെ മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കണം. അങ്ങനെ പുതിയ നൂറ്റാണ്ടിന്റെ യൗവനം തീർച്ചയായും അഷ്റഫുൽ ഖൽക്കിന്റെ കാലഘട്ടത്തോട് യോജിച്ചതാക്കണം. അങ്ങനെ ആധുനിക ലോകത്തിന്റെ മുഴുവൻ ശത്രുക്കളും ഇസ്ലാമിന്റെ മിത്രങ്ങളാവണം. ആ നേതൃത്വം ഏറ്റെടുക്കാൻ ഇമാം മഹ്ദിയും ഇമാം ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും വരണം. അതായിരിക്കട്ടെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യവും ആഗ്രഹവും. അള്ളാഹു എന്നെയും നിങ്ങളെയും ഒരുപാട് സഹായിക്കുകയും ഒരുപാട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ റസൂലിൽ മുസ്തഫ വഅല നബിയിൽ മുർത്തദ വറസൂലിൽ മുസ്തഫ. ഫഖാല അല്ലാഹു മുഖ്ബിറൻ വആമിറാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് وعلى آله وصحبه واتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين رضي الله تعالى عنهم وأرضاهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والمجاهدين في سبيلك والمسافرين صادرين والدين في بدك وبحرك وجوك أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم شتت شملهم وفرق جمعهم وكل عددهم